ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു ടെസ്റ്റിംഗ് ഇമേജ് ആണ് ഈ പുതിയ ഗ്രാൻഡ് വിറ്റാര ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ എന്നൊക്കെ പറയുന്ന വാഹനത്തിൻ്റെ. ഇതിൻ്റെ കോഡ് നെയിം അവരാദ്യം Y17 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ മാരുതി സുസുക്കി ഈ വാഹനത്തിൻ്റെ പ്ലേസ്മെൻറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ വണ്ടി ഒറിജിനലി ഒരു 7 സീറ്റർ ആക്കാൻ വേണ്ടിയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ലെങ്ത് ഒക്കെ കൂടുതലാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഡിസൈൻ എടുക്കുകയാണെങ്കിലും ഗ്രാൻഡ് വിറ്റാരയായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള സിമിലാരിറ്റി ഒന്നും ഫ്രണ്ട് പ്രൊഫൈലൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ലൈറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. ടോപ്പ് പോർഷനിൽ DRLs, താഴത്തെ പോർഷനിൽ ഹെഡ് ലൈറ്റ്സ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിൻ ലൈറ്റ്സ് എല്ലാം മുകളിൽ തന്നെയാണ്, എല്ലാം LED ആണ്. താഴത്തൊരു ഫോഗ് ലൈറ്റിൻ്റെ സംഭവം പോലെ ഒരു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മെയിൻ ലൈറ്റ്സ് എല്ലാം തന്നെ താഴെ, മുകളിൽ DRLs, ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇനി അടുത്തൊരു വ്യത്യാസം എടുക്കാനാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലും റിയർ പ്രൊഫൈലും എല്ലാം മൊത്തത്തിൽ ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അലോയ് വീൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ശരിക്കും ടാറ്റയുടെ ഒക്കെ ഒരു കർവിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റില്ലേ ബാക്കിലേക്ക് വരുന്ന പോലെ, ആ ഒരു സെയിം തീം തന്നെയാണ് ഇവർ ഏകദേശം ഈ വണ്ടിയിലും പിടിച്ചിരിക്കുന്നത്. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് ബാറാണ് ഇതിനകത്ത് വരുന്നത്. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് അങ്ങനെയല്ല, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് DRLസിൻ്റെ പോലത്തെ ടെയിൽ ലാംപ്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഈവൻ അലോയ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും വ്യത്യാസമുണ്ട്. കണ്ടിട്ട് 17 ഇഞ്ച് പോലെയാണ് തോന്നുന്നത്. ഇതിലിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇനി മുതൽ ഗ്രാൻഡ് വിറ്റാര 7 സീറ്റർ ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് സുസുക്കി ഇന്ത്യയിൽ 2 വാഹനങ്ങളാണ് ഈ വർഷം ഇറക്കാൻ പോകുന്നത്. ഒന്ന് നിങ്ങൾ ഈ ആദ്യം കാണുന്ന ഈ വിറ്റാര, അതിൻ്റെ ലോഞ്ച് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡിലേ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസൺ വേറൊന്നുമല്ല, അവർക്ക് ഈ വാഹനത്തിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം എല്ലാ നെക്സ്റ്റ് ഔട്ട്ലെറ്റ്സിലും സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഒരു വണ്ടി ഇറക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നതല്ല. ആൻഡ് അതിൻ്റെ പണി കഴിയാൻ ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ 2025 സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കാണ് ഈ വിറ്റാരയുടെ ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓൾറെഡി വണ്ടി കാണിച്ചാണ്, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ ഒരൊറ്റ റീസൺ ആണ് കാരണം. ഇതിപ്പോൾ ഇവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ സുസുക്കിക്ക് അവരുടേതായിട്ടുള്ള ഒരു ചാർജിങ് നെറ്റ്വർക്ക് ഒന്നും ഇതുവരെ അങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടില്ല. പക്ഷേ ടാറ്റയ്ക്ക് അങ്ങനെയല്ല. ടാറ്റ ഈവൻ മഹീന്ദ്ര ആണെങ്കിൽ പോലും അത്യാവശ്യം ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ അവർ ഡീലർഷിപ്പുകളിലൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ അടുത്ത് വരാൻ പോകുന്ന വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി. ഡിസൈൻ്റെ കേസിൽ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ചൊക്കെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയായിട്ട് സെയിം ആയിരിക്കും. കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോം സെയിം ആണ്. നമ്മുടെ ബ്രസ് അതുപോലെ ഗ്രാൻഡ് വിറ്റാരൊക്കെ വരുന്ന ഗ്ലോബൽ സി ആർക്കിടെക്ചറിൽ തന്നെയാണ് ഈ വണ്ടി വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പേര് എന്തായാലും ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ പേരിൽ അവർക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അവർ എസ്ക്യൂഡോ എന്ന് പറഞ്ഞൊരു പേര് ഇവിടെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ പേര് അതായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ റൂമേഴ്സിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന പേരാണ്. ആൻഡ് എസ്ക്യൂഡോ എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പേരല്ല. കാരണം ചില മാർക്കറ്റുകളിലൊക്കെ ഗ്രാൻഡ് വിറ്റാരയുടെ പേര് അവർ എസ്ക്യൂഡോ എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈവൻ ജപ്പാനിൽ പോലും ഈ വണ്ടി എസ്ക്യൂഡോ എന്ന് പറഞ്ഞ പേരിലാണ് വരുന്നത്. അതുകൊണ്ട് ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ചെറിയ വേർഷൻ എന്നുള്ള രൂപമായിരിക്കും നിങ്ങൾ ചിലപ്പം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 7 സീറ്ററല്ല എന്നുള്ള കാര്യം നമുക്കിപ്പം ഉറപ്പാണല്ലോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം 7 സീറ്ററിന് ആവാൻ വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ റിയർ ഓവർഹാങ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ റിയർ വീൽസ് കഴിഞ്ഞിട്ട് ഉള്ള പോർഷൻ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ്സിന് ലെങ്ത് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള എക്സ്റ്റൻഷൻ കൂടുതലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു 7 സീറ്റ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ 7 സീറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് നോർമൽ ഗ്രാൻഡ് വിറ്റാരയേക്കാൾ ലെങ്ത് കൂടുതലായിരിക്കും. നോർമൽ ഗ്രാൻഡ് വിറ്റാരന് 3445 മില്ലിമീറ്റേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഈ വാഹനത്തിന് അതിനേക്കാൾ നീളമുണ്ട് എന്ന് പറയുമ്പം 4400 മില്ലിമീറ്റേഴ്സിന് മുകളിൽ ഇതിന് ലെങ്ത് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വണ്ടി പൊസിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെയും അതുപോലെ ബ്രസയുടെയും ഇടയിലാണ്. എന്ന് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാരയേക്കാൾ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത്. അതിലും താഴെയാണ് ഈ വാഹനത്തിന് പ്ലേസ്മെൻറ്റ് വരാൻ പോകുന്നത്. കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇതിനേക്കാൾ സൈസ് കുറവാണ്. പൊതുവേ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി വെച്ച് നോക്കുമ്പം വലിയ വണ്ടി പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതായിരിക്കും എടുക്കുന്നത്. അതേസമയം കുറച്ചുകൂടി ചെറിയ വണ്ടി കൈൻഡ് ഓഫ് ഇത്തിരി സ്പേസ് ഒക്കെ കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് പകരം ഇതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അതൊക്കെ തന്നെയായിരിക്കാം മിക്കവാറും ഈ വണ്ടിയുടെ ലോഞ്ചിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. ഇവർ ചിലപ്പോൾ കൂടുതൽ വോളിയൂംസ് കിട്ടാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം സുസുക്കി എന്ന് പറയുമ്പം അവരെപ്പോഴും ഒരു വോളിയം സെയിൽസ് ടാർഗറ്റ് ചെയ്യുന്ന മാനുഫാക്ചറാണ്. അതുകൊണ്ട് എവിടെ വോളിയം സെയിൽസ് ഉണ്ട് അവിടെ സുസുക്കി ഉണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു 7 സീറ്റർ വേർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തും കൊടുത്ത് ഈവൻ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ചെറുതായിട്ടൊന്ന് നമുക്ക് ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ അകത്ത് അവരൊരു വലിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്തായാലും ഒരു 10-15 ഇഞ്ചിലും മുകളിൽ കൂടുതൽ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന 9 ഇഞ്ചാണ്. സോ നമുക്ക് ടെക്നിക്കലി ഗ്രാൻഡ് വിറ്റാരിൽ വരുന്നതിലും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ വാഹനത്തിൽ കൂടുതലുണ്ട് എന്നും പറയുന്നത് നല്ലതായിരിക്കും. എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അവർ ഗ്രാൻഡ് വിറ്റാര ഫേസ് ലിഫ്റ്റ് ഇറക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ വണ്ടിയുടെ മുന്നിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഇതായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. കാരണം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഹൈബ്രിഡും കൂടെ എടുക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത് വണ്ടിക്ക് ക്യാബിൻ സ്പേസ് അത്യാവശ്യം കൂടുതലാണ്. അതുകൊണ്ട് ഈവൻ നിങ്ങൾ നോർമൽ നിയോ ഡ്രൈവ് മോഡൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ബൂട്ട് സ്പേസ്, അതായത് മൈൽഡ് ഹൈബ്രിഡ് മോഡൽ എടുക്കുമ്പോൾ തന്നെ ഹൈബ്രിഡ് അല്ലാത്ത എടുക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഹൈബ്രിഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റും കൂടെ വരുന്നതുകൊണ്ട് ബൂട്ട് കുറച്ചും കൂടെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ കേസിൽ എന്തായാലും ബാക്കിലേക്ക് എക്സ്പാൻഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടും. പിന്നെ ലെങ്ത് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ക്യാബിൻ സ്പേസും വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനൊരു പ്ലേസ്മെൻറ്റ് കൊണ്ട് ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും എഫക്റ്റ് ചെയ്യും. ഈ വാഹനം ഒരു ക്രെറ്റ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൈൻഡ് ഓഫ് എൽക്കസാർ അല്ലെങ്കിൽ നമ്മുടെ സഫാരി XV700 അതിൻ്റെയൊക്കെ ഒരു പൊസിഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓർ ഈവൻ കാരൻസ് ആണെങ്കിൽ പോലും, കാരൻസ് ക്ലാവിസ് അതിൻ്റെ ഒരു റൈവലായിട്ട് 7 സീറ്ററിൽ കൊടുക്കാനാണെങ്കിൽ പോലും അവർ ഉദ്ദേശിക്കുന്ന അത്ര വോളിയം ചിലപ്പോൾ ഈ വണ്ടിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഒരു തീരുമാനത്തിൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഒരു 8,000 to 12,000 ആ റേഞ്ചിലൊക്കെയാണ് ഒരു മാസം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതിലും കൂടുതൽ വോളിയം സെയിൽസ് ആയിരിക്കും അവർ ഈ വാഹനം വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും ഒരു സെഗ്മെൻറ്റിൽ 2 വണ്ടി ഇറക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. കാരണം കുറേ കാലമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ സെലറിയും വാഗണറും കൈൻഡ് ഓഫ് സെയിം പ്രൈസ് പോയിന്റിൽ ഏകദേശം സിമിലർ സൈസൊക്കെയാണ് വരുന്നത്. പക്ഷേ 2 വണ്ടികളിലും ക്യാരക്ടർ അത്യാവശ്യം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബലേനോ അവൈലബിൾ ആണ്, സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. സ്വിഫ്റ്റ് കുറച്ച് ഡയമെൻഷൻസ് കുറവാണ്, പക്ഷേ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊപ്പോസിഷൻ ആയിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം കിയ നമ്മുടെ സിറോസ് കൊണ്ട് ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ, പക്ഷേ അത് കുറച്ച് പ്രീമിയം പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ അതിന് താഴെയാണ് വരാൻ പോകുന്നത്. ബൈ ദ വേ ഈ വണ്ടി അരീന ഡീലർഷിപ്പുകൾ വഴിയായിരിക്കും അവർ വിൽക്കാൻ പോകുന്നത്, നെക്സ വഴി ആയിരിക്കില്ല. ഗ്രാൻഡ് വിറ്റാര ഇപ്പോൾ നെക്സ ഔട്ട്ലെറ്റ്സ് വഴിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോക്കാർ എന്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി ഓട്ടോക്കാർ പ്രൊഫഷണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് 1.5 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിനായിരിക്കും കിട്ടുന്നത് ഒരെണ്ണമായിട്ട്. ബേസിക് എഞ്ചിൻ 103 PS പവറും 136.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലാണ് അത് വരുന്നത്. ഇനി അതിന് പുറമെ നമുക്ക് ടൊയോട്ടയുടെ ഒരു 1.5 ലിറ്റർ TNJ സീരീസിലുള്ള ഹൈബ്രിഡ് എഞ്ചിനും ഇതിനകത്ത് വരും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അരീന ഡീലർഷിപ്പ് വഴി വരുന്നതുകൊണ്ടും ഗ്രാൻഡ് വിറ്റാരയേക്കാൾ താഴത്ത് പ്ലേസ് ചെയ്യാൻ പോകുന്നതുകൊണ്ടും ഹൈബ്രിഡ് അവർ ഒഴിവാക്കുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഒരു ന്യൂസ് അനുസരിച്ച് ഹൈബ്രിഡ് ഇതിൻ്റെ അകത്തും ഉണ്ടാവും എന്ന് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ 116 PS പവറിനടുത്താണ് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പവറൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല മൈലേജുമാണ്. 20 to 25 kmpl അടുത്ത് നമുക്ക് സുഖമായിട്ട് എങ്ങനെയൊക്കെ ഓടിച്ചാലും വണ്ടിക്ക് മൈലേജ് കിട്ടും. അതാണ് ഹൈബ്രിഡിൻ്റെ ഗുണം. പിന്നെ 3 സിലിണ്ടർ ആയതിൻ്റെ എഞ്ചിൻ ഓൺ ആവുന്ന സമയത്തുള്ള ചെറിയൊരു വൈബ്രേഷൻസിൻ്റെ കേസൊക്കെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഗ്രാൻഡ് വിറ്റാരയുടെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 11.42 to 20.68 lakhs വരെയാണ് എക്സ്-ഷോറൂം. സോ ഇത് അതിൻ്റെ കുറച്ച് താഴത്തായിട്ടായിരിക്കും അവർ വെക്കാൻ പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ബ്രസേം ഗ്രാൻഡ് വിറ്റാരയൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ മിക്കവാറും ഇനിയിപ്പോൾ ഇതെടുത്ത് വീട്ടിൽ പോകും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.